തിരികെ വാർത്തകളിലേക്ക്. നവകേരള ബസ് അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിലെ ബസ് നിർമ്മാണ കമ്പനിയിലെത്തിച്ചു. മുഖ്യമന്ത്രി ഇരുന്ന് കറങ്ങുന്ന സീറ്റും ലിഫ്റ്റും നീക്കം ചെയ്യും. ശുചിമുറി നിലനിർത്തും. KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി ബസ് ഉപയോഗിക്കാനാണ് നിലവിലെ തീരുമാനമുണ്ടാകുന്നത്. ആഷ്ലി വിവരങ്ങളുമായുണ്ട്. ആഷ്ലി, ഈ ബസ് ഇനി എങ്ങനെ ഉപയോഗിക്കാനാണ് തീരുമാനം? ഏറെ വിവാദങ്ങളായിട്ടുള്ള, ഏറെ ചരിത്രത്തിലും മ്യൂസിയത്തിലുമൊക്കെ വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബസ്സാണ്. അപ്പോൾ എന്തൊക്കെ പൊളിച്ചു മാറ്റും സാധാരണക്കാരിലേക്ക് ഈ ബസ് എത്തുമ്പോൾ? അക്ഷയ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു മാസത്തിലേറെ കാലം സഞ്ചരിച്ച നവകേരള ബസ് ബംഗളൂരുവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ബസ് എറണാകുളത്തെ നവകേരള പര്യടനത്തിന് ശേഷമാണ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ അറ്റകുറ്റപ്പണികൾക്കായി ആണ് ഇപ്പോൾ ഈ ബസ് നിർമ്മാണ കമ്പനിയായ പ്രകാശ് കോച്ച് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഈ ബസ്സിൻ്റെ നിർമ്മാണവും നടത്തിയിരുന്നത്. എന്തായാലും 1,05,00,000 രൂപ മുടക്കി നിർമ്മിച്ച ബസ്സാണ്. എന്തായാലും അറ്റകുറ്റപ്പണികൾക്കായി ഇനിയും പണം മുടക്കേണ്ടി വരുമെന്ന് ഉള്ളതാണ് ഇപ്പോൾ അധികൃതർ തന്നെ പറയുന്നത്. ഇതിൽ പ്രധാനമായും വരുത്തുന്ന മാറ്റം നമുക്കറിയാം. ഈ ബസ്സിൽ മുഖ്യമന്ത്രിക്ക് ബസ്സിൽ കയറുവാനായി പ്രത്യേകം ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇരുന്ന കസേര അത് കറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരുന്നത്. ഈ സൗകര്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യും. അതുപോലെ ഇതൊരു VIP ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലായി ഒരുക്കിയിരുന്നു. ഇതെല്ലാം തന്നെ പൊളിച്ചു മാറ്റുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഈ ബസ്സിൻ്റെ ഗ്ലാസുകൾ, അതായത് ഏത് പ്രശ്നമുണ്ടെങ്കിലും സുരക്ഷയുടെ അടിസ്ഥാനമാക്കി ഉറപ്പുള്ള ഗ്ലാസുകളാണ് ഇതിൽ വച്ചിരുന്നത്. ഈ ഗ്ലാസുകളെല്ലാം തന്നെ നീക്കം ചെയ്യും. സാധാരണ കോൺട്രാക്ട് ഗ്യാരേജ് ബസ്സുകളിലുള്ളതുപോലുള്ള സൗകര്യങ്ങൾ മാത്രമായിരിക്കും ഈ ബസ്സിൽ ഉണ്ടായിരിക്കുക. ഈ ബസ് നിലവിൽ KSRTCയുടെ വിനോദസഞ്ചാര പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൊടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതനുസരിച്ച് സാധാരണക്കാർക്ക് ഈ ബസ് വിട്ടു നൽകുമ്പോൾ സാധാരണ ഒരു കോൺട്രാക്ട് ഗ്യാരേജ് ബസ്സിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ജനുവരി അവസാനത്തോടെ, ഈ മാസം അവസാനത്തോടു കൂടി ഈ ബസ് കേരളത്തിൽ എത്തിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഈ ബസ്സിൻ്റെ ദിവസ വാടക അത് നിശ്ചയിക്കാനും അധികൃതർക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അക്ഷയ. ശരി, ആഷ്ലി ജോയി വിവരങ്ങൾ നൽകിയത്.